ഹരേ രാമാം ഹരേ കൃഷ്ണാം. എല്ലാവർക്കും നമസ്കാരം. 2026 പടിക്കൽ എത്തിക്കഴിഞ്ഞു. ഈ നക്ഷത്ര ജാതകരെ തേടി രാജ ഗജകേസരി യോഗം, ലോട്ടറി ഭാഗ്യം എന്നിങ്ങനെ വളരെയധികം നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കണ്ണീരിനും കഷ്ടപ്പാടിനുമെല്ലാം അറുതി വരുന്നതാണ്. നിങ്ങൾക്ക് ജീവിതം തിരികെ പിടിക്കുവാൻ കഴിയും. ചില നക്ഷത്ര ജാതകർക്ക് വളരെയധികം നേട്ടവും ചിലർക്ക് നഷ്ടവും എല്ലാം വന്നു ചേരും. ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് രാജയോഗം പോലുള്ള ഫലങ്ങൾ ഉറപ്പായും പ്രതീക്ഷിക്കാം. ചിലർക്ക് കേസരി യോഗവും വന്നു ചേരും. ഞാൻ ഈ പറയുന്ന 4 നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം പോലുള്ള വളരെയധികം നേട്ടങ്ങൾ വരുന്ന നക്ഷത്ര ജാതകരാണ്. ഇവർ പൂരാടം, മകയിരം, ആയില്യം, രേവതി എന്നിവരാണ്. ഇവർക്ക് വ്യാഴം, ശനി, ശുക്രൻ, ചൊവ്വ, ബുധൻ എന്നിവ ധനസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. മാത്രവുമല്ല, വളരെയധികം ശുഭമായി കാണുന്ന സമയമാണ്. മാത്രമല്ല, രാഹുദൃഷ്ടിയും ശുഭമായി കാണുന്നു. ഇതിനാൽ ഇവർക്ക് ലോട്ടറി, ചിട്ടി, നറുക്കെടുപ്പ് തുടങ്ങിയ ഭാഗ്യങ്ങൾ എല്ലാ രീതിയിലും ധനനേട്ടം സമ്മാനിക്കുന്ന കാലമാണ് ഈ 2026 എന്ന വർഷം. അടുത്തത് ചോതി, ചതയം, തിരുവാതിര എന്നീ നക്ഷത്ര ജാതകർക്ക് ആരോഗ്യരംഗത്തും സാമ്പത്തിക രംഗത്തും വളരെയധികം നേട്ടങ്ങളുണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വന്നു ചേരുന്ന വർഷമാണ്. ശനിയുടെ ദൃഷ്ടി നേർരേഖയിലൂടെ വരുന്നത് മൂലം ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളുണ്ടാകും. കഷ്ടകാലങ്ങളെല്ലാം വഴിമാറി നല്ല ഗുണത്തിലേക്ക് എത്തുന്ന വർഷമാണ്. അടുത്തത് കേസരി യോഗമുള്ള നക്ഷത്ര ജാതകരാണ്. ഇവർ കാർത്തിക, ഉത്രം, ഉത്രാടം നാളുകാരാണ്. ഇവർക്ക് പുതുവർഷം കേസരി യോഗത്തിൻ്റെ ഫലം വന്നു ചേരുന്ന കാലമാണ്. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ കുതിച്ചു ചാട്ടമുണ്ടാകും. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ യോഗഫലം പൂർണ്ണമായി ലഭിച്ചില്ലെങ്കിലും രണ്ടാം പകുതിയിൽ ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് സഫലമാകും. ചിലർക്ക് ഗാർഹികമായോ കർമ്മ മേഖലയിലോ ആകാം. കൂടുതലായി കർമ്മ മേഖലയിൽ ഗുണം ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത സുഖഭോഗങ്ങൾ നിങ്ങൾക്ക് ഈ 2026 എന്ന വർഷത്തിൽ അനുഭവിക്കുവാനുള്ള യോഗമുണ്ട്. ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഭാഗ്യവും ധനനേട്ടവും പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് രാജയോഗം കൊണ്ടുവരുന്ന വർഷമാണ്. അത്യപൂർവമായ സാമ്പത്തിക വളർച്ചയാണ് 2026 നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം നേട്ടം പ്രതീക്ഷിക്കാം. സ്വയമേ സംരംഭം തുടങ്ങി വലിയ തോതിൽ മെച്ചപ്പെടുവാനും സമൂഹത്തിൽ ജനസമ്മതി നേടിയെടുക്കുവാനുമുള്ള യോഗമുണ്ട്. പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്ര ജാതകർക്കും സമ്പൂർണ്ണ രാജയോഗമുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി നിങ്ങൾക്ക് കാണുന്നു. പുതുവർഷ ആരംഭം, ധനാഗമം വന്നു ചേരും. കുടുംബത്തിൽ വളരെയധികം മനസ്സമാധാനമുണ്ടാകും. ഇത് രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നതാണ്. ഇനി രാജയോഗം അനുഭവിക്കുവാൻ യോഗമുള്ള നക്ഷത്ര ജാതകരാണ്. ഭരണി, പൂരം, പുരാടം എന്നീ നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ശനി, വ്യാഴ ഫലങ്ങൾ സമ്പൂർണ്ണമായി അനുകൂലമാണ്. തന്മൂലം വളരെ അപൂർവമായി വരുന്ന ഒന്നാണ്. കടബാധ്യതകളെല്ലാം മാറിപ്പോകും. കർമ്മ മേഖലയിൽ പൂർവാധികം ശക്തി പ്രാപിക്കുവാൻ കഴിയുന്നതാണ്. ജനുവരിക്ക് ശേഷം നിങ്ങൾക്ക് ജോലി ഭാഗ്യം ലഭിക്കും. വലിയ സാമ്പത്തിക നേട്ടത്തിന് അർഹരായി തീരുവാൻ നിങ്ങൾക്ക് യോഗമുള്ള വർഷമാണ് 2026. കർമ്മ മേഖലയിലാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുവാൻ പോകുന്നത്. ഇനി സമ്പൂർണ്ണ വർഷഫലം നോക്കാം.
അശ്വതി ഭരണി കാർത്തിക കാൽ പരിശ്രമശാലികളായ ആളുകൾക്ക് വേണ്ട പോലെ പ്രവർത്തിച്ച് വളരെയധികം നേട്ടങ്ങൾ കൈയടക്കുവാൻ കഴിയുന്നതാണ്. ധനനഷ്ടത്തിന് ഇടവരുത്തുമെങ്കിലും ശരിയായ തീരുമാനമെടുത്ത് നിങ്ങൾക്ക് തക്ക സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ നല്ല ഫലം സമ്മാനിക്കും. കുടുംബത്തിലെ പ്രശ്നങ്ങളെയെല്ലാം നയപരമായി പരിഹരിക്കണം. കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്നും ചതി പറ്റാതെ നോക്കേണ്ടതാണ്. ദൈവിക പ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. തന്മൂലം പഠനത്തിൽ ശോഭിക്കുവാനും സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങൾക്ക് ജോലിക്ക് പലതരം പ്രശ്നങ്ങൾ, അർഹതപ്പെട്ട ധനം കിട്ടാതെ വരിക, ബന്ധുവിരോധം, ശിക്ഷണ നടപടികൾ, അപവാദം മുതലായ ദോഷങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഇടവ രാശിക്കാരാണ്. കാർത്തിക മുക്കാൽ, രോഹിണി മകയിരം പകുതി. വ്യക്തിപരമായി പല നേട്ടങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമായതിനാൽ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും സൈന്യം, പോലീസ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾക്കും അഭിമാനിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കുന്ന വർഷമാണ്. വിവാഹ വിഷയങ്ങളിൽ വളരെ പെട്ടെന്നുള്ള സാധ്യതകൾ വന്നു ചേരും. ഇതര തൊഴിൽ രംഗത്തു നിന്നും അഭിമാനാർഹമായ അഭിവൃദ്ധി നേടുവാൻ കഴിയുന്നതാണ്. കുടുംബ അന്തരീക്ഷത്തിൽ ആദ്യ പകുതിക്ക് ശേഷം സ്വല്പം അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ അനുഭവപ്പെടും. എങ്കിലും ഈശ്വരാധീനത്താൽ കുടുംബ പ്രശ്നങ്ങളെല്ലാം തന്നെ രമ്യമായി പരിഹരിക്കുവാൻ കഴിയുന്ന വർഷമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം പകുതി, തിരുവാതിര പുണർതം മുക്കാൽ. വർഷത്തിൻ്റെ ആദ്യ പകുതി എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അതീവ ജാഗ്രത വേണം. ആദ്യ പകുതിക്ക് ശേഷം അനുഭവിച്ചു വരുന്ന ദോഷങ്ങൾക്ക് ശമനം വരുന്നതും കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. തൊഴിൽ, സാമ്പത്തിക രംഗം ഇവ മെച്ചപ്പെട്ടു വരുന്നതും വിവാഹം, സർക്കാർ ജോലി ഇവ പ്രതീക്ഷിക്കുന്നവർക്ക് അവ ലഭിക്കുകയും പല പ്രകാരത്തിലുള്ള സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടിയുള്ള ശ്രമം ഫലവത്തായി തീരുകയും ചെയ്യുന്ന വർഷമാണ്. ഊർജ്ജസ്വലതയോട് കൂടി പ്രവർത്തിച്ച് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം കാൽ, പൂയം ആയില്യം. അല്പം ആരോഗ്യ പ്രശ്നങ്ങളും മനക്ലേശങ്ങളും നിങ്ങളെ അലട്ടും. കാര്യങ്ങളോട് വിമുഖത കാണിക്കും. അല്പം മടിയുമുണ്ടാകാം. ആകയാൽ ഈ സമയം പ്രതിവിധി പ്രാർത്ഥനകളാൽ കാര്യങ്ങളിൽ ഏകദേശം ഗുണങ്ങളാൽ വർദ്ധിക്കും. ദൈവിക വിശ്വാസത്തിലുള്ള കാര്യങ്ങൾ സഫലീകരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നന്നായി ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക. മോശം കൂട്ടുകെട്ടുകളിൽ പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വാക്കുകളിൽ നിയന്ത്രണം വേണം. എല്ലാവരുമായും രമ്യതയിൽ കഴിയുന്നതും ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം കാൽ. വർഷത്തിൻ്റെ ആദ്യ പകുതി ആകസ്മികമായി ലഭിക്കാവുന്ന ധനലഭ്യതയും വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളും നടക്കുവാനുള്ള യോഗമുണ്ട്. കച്ചവടം തുടങ്ങുവാനും വളരെയധികം നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്നതാണ്. ആരോഗ്യം, തൊഴിൽ, കുടുംബം ഇവയെല്ലാം ഊർജ്ജസ്വലതയോടു കൂടി കാണപ്പെടും. സാമ്പത്തികമായി ഉന്നതി പ്രാപിച്ച് പല ഇടപാടുകളും നടത്തുവാൻ കഴിയുന്നതാണ്. ഭാവിയെ കരുതിയുള്ള കരുതൽ, ധനനിക്ഷേപം, ചിട്ടികൾ ഇത്തരത്തിലുള്ളവയുമായി പ്രവർത്തിക്കും. ആദ്യ പകുതിക്ക് ശേഷം സൗഭാഗ്യങ്ങൾക്ക് അല്പം കുറവ് വരുന്നതാണ്. ജീവിതശൈലി രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ഈ ഒരു കാരണത്താൽ വളരെ കരുതലോടെ വേണം മുന്നോട്ട് പോകുവാൻ. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം മുക്കാൽ, അത്തം ചിത്തിര പകുതി. വർഷത്തിൻ്റെ ആദ്യ പകുതി ചില മനോവിഷമങ്ങൾ നിങ്ങളെ അലട്ടുന്നതാണ്. ജോലിയിൽ കൂടുതൽ ശ്രദ്ധ വേണം. നിങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി പിണക്കം വരാതെ നോക്കേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചില വാക്ക് തർക്കങ്ങളോ പിണക്കങ്ങളോ ഉണ്ടാകാതെയും നോക്കണം. ആദ്യ പകുതിക്ക് ശേഷം ഗുണങ്ങളുടെ ലഭ്യത വന്നുചേരും. തൊഴിൽ രംഗത്ത് ഉയർച്ചയും പല വിധേനയുള്ള സാമ്പത്തിക വളർച്ചയും കൈവരിക്കുവാനും വിവാഹ വിഷയങ്ങൾ സാധൂകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. സന്താനങ്ങൾക്ക് അവരാഗ്രഹിച്ച ജോലി ലഭിക്കും. ഗൃഹനിർമ്മാണം സാധിക്കുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ.
വർഷത്തിൻ്റെ ആദ്യ പകുതി പലതരത്തിലുള്ള ഭാഗ്യ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഉദ്യോഗം, വിദ്യ, കർമ്മം, ബിസിനസ് ഇവയിൽ ഉന്നതി, വിദേശവാസത്തിലുള്ള യോഗം, ബിസിനസ് വിപുലീകരിക്കുവാനും കരാറുകൾ, പുതിയ ഇടപാടുകൾ ഇവയ്ക്കും അനുകൂലമായ വർഷമാണ്. ആദ്യ പകുതിക്ക് ശേഷം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെയധികം കാലതാമസമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ അലസത ഒഴിവാക്കി പഠന പുരോഗതിക്കായി ശ്രമിക്കേണ്ടതാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു വർഷം കൂടിയാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട. വർഷത്തിൻ്റെ ആദ്യ പകുതി ചെറിയ സംഘർഷങ്ങളെയും സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചു വേണം നിങ്ങൾക്ക് നീങ്ങുവാൻ. ആദ്യ പകുതിക്ക് ശേഷം പ്രായേണ കാര്യങ്ങളും നിങ്ങളുടെ വറുതിക്കുള്ളിൽ ആക്കുവാൻ സാധിക്കുന്നതാണ്. സമയാനുകൂല്യ വ്യവസ്ഥ അനുഭവേദ്യമാകുന്നതായി അനുഭവപ്പെടും. നിയമനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് അവസരമുണ്ടാകും. ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കും. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരും. മംഗല്യയോഗം, പ്രണയം പൂവണിയും, ജോലിയിൽ ഉയർച്ചയും ഗൃഹം സ്വന്തമാക്കുവാനും കഴിയുന്നതാണ്. കാര്യതടസ്സങ്ങളെല്ലാം മാറി വിദേശ യാത്ര എന്ന സ്വപ്നം സഫലീകൃതമാകുന്ന വർഷം കൂടിയാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം, കാൽ. വർഷത്തിൻ്റെ ആദ്യ പകുതി ഗുണാധിക്യ സമയമാണ്. ആഗ്രഹത്തിനൊത്ത് ഏകദേശം ചലിക്കുവാൻ സാധിക്കുന്നതാണ്. വിവാഹം, വാഹനം, ഉപരിപഠനം ഇവയെല്ലാം സാധൂകരിക്കപ്പെടും. പ്രണയ സാഫല്യമുണ്ടാകും. വർഷപ്പകുതിക്ക് ശേഷം തൊഴിൽ രംഗത്ത് നല്ല രീതിയിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്ന വർഷമാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അമിതമായ ആഡംബരഭ്രമം ഉപേക്ഷിക്കണം. ആത്മീയത കൊണ്ട് ഈ സമയത്തെ അതിജീവിച്ചാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ വർദ്ധിക്കുവാൻ കഴിയുന്ന വർഷമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം പകുതി. ആദ്യ പകുതി ഏകദേശം അനുഗ്രഹീതമായ അവസ്ഥകൾ സൃഷ്ടിക്കുമെങ്കിലും ദേഷ്യം, അഹങ്കാരം ഇവ വരാതെ നിങ്ങൾ നോക്കേണ്ടതാണ്. ആർഭാടം വളരെയധികം കുറയ്ക്കണം. ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ വേണം. ചതിയിൽപ്പെടാതെ നോക്കേണ്ടതാണ്. അസൂയാലുക്കളായ ആളുകളിൽ നിന്നും ഏഷണി ഉണ്ടാകുവാൻ ഇടയുണ്ട്. ആദ്യ പകുതിക്ക് ശേഷം വളരെ നല്ല സമയമാണ്. തനിക്ക് അനുകൂലമായ പല ഗുണങ്ങളും സാമ്പത്തികമായ അഭിവൃദ്ധികളും കുടുംബത്തിൽ ഉന്നതിയും ആഗ്രഹത്തിനനുസരിച്ചുള്ള വിവാഹം, വിദേശ പര്യടനം, കൃഷിയിൽ ഉന്നതി, നടക്കാൻ സാധിക്കാത്ത കാര്യങ്ങളുടെ സാക്ഷാത്കാരം, അപ്രതീക്ഷിതമായ സ്ഥാനലബ്ധി, സാമ്പത്തികമായ ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം പകുതി, ചതയം, പോരുട്ടാതി, മുക്കാൽ. വർഷത്തിൻ്റെ ആദ്യ പകുതി വളരെ ഗുണപ്രദമായിരിക്കും. പരീക്ഷകളെ നേരിടേണ്ടി വരുന്ന ആളുകൾക്കും ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന ആളുകൾക്കും നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിൻ്റെ കാലമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളർച്ച നേടുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ തക്കമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നതാണ്. ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കും. ആദ്യ പകുതിക്ക് ശേഷം കാര്യങ്ങൾ വളരെയധികം ജാഗ്രതയോടെ ചെയ്യണം. പല രംഗത്തും വിജയപ്രതീക്ഷകൾ ഉണ്ടാകുമെങ്കിലും വ്യക്തിപരമായ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്ന വർഷമാണ്. പ്രശ്നങ്ങളെ നയപരമായി പരിഹരിക്കണം. ദൈവിക പ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഗുണകരമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി. ആദ്യ പകുതി പ്രതീക്ഷയ്ക്കൊത്തു വളർച്ച നേടുവാൻ സാധിച്ചെന്നു വരില്ല. വാഹനം ഉപയോഗിക്കുന്ന വ്യക്തികൾ വളരെ ശ്രദ്ധിച്ച് നീങ്ങണം. ശേഷം അനുഭവിച്ചു വരുന്ന വൈഷമ്യങ്ങളെല്ലാം അകലുകയും വളരെയധികം അനുകൂലമായ സമയം വന്നു ചേരുകയും ചെയ്യുന്നതാണ്. ഉചിതമായ വിവാഹലബ്ധി, പ്രണയ സാഫല്യം, സന്താന സൗഭാഗ്യം, ഉപരിപഠന വിജയം, സന്താനങ്ങൾക്ക് ഉയർച്ച, ഗൃഹനിർമ്മാണം, വാഹനഭാഗ്യം, നല്ല വസ്തുക്കൾ കൈവശം വന്നു ചേരുന്നതും എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യലബ്ധിയും ഉണ്ടാകുന്ന വർഷമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.